തിരുവനന്തപുരം ചിറയൻകീഴിൽ അമിത വേഗത്തിലെത്തിയ സ്വകാര്യ ബസ് കാറിലിടിച്ച അപകടം. 11ഓളം യാത്രക്കാർക്ക് പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് വല്ലപ്പുഴയിൽ സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് പണം കവർന്ന കേസിൽ 2 പ്രതികൾ കൂടി പിടിയിലായത് നിരവധി മോഷണ കേസുകളിലെ പ്രതികളെന്ന് പോലീസ്. അന്വേഷണം ഊർജിതമാക്കി പട്ടാമ്പി പോലീസ്. കൊല്ലം ശാസ്താംകോട്ടയിൽ എക്സൈസിന്റെ മിന്നൽ പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി. ശാസ്താംകോട്ട എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ അബ്ദുൽ വഹാബ് നേതൃത്വം നൽകി. തൃശൂർ ചേലക്കരയിൽ പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച പരസ്യ ബോർഡുകൾ നീക്കം ചെയ്തു. നടപടി ഹൈക്കോടതി ഉത്തരവ് പ്രകാരം. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് 8ാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്ന ആവശ്യം. കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് രംഗത്ത്. തിരുവനന്തപുരം ബാങ്ക് എംപ്ലോയീസ് ഹാളിൽ ചേർന്ന സമ്മേളനം MLA വി ജോയ് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം അരുവിക്കര CPIM ലോക്കൽ കമ്മിറ്റി ജി തങ്കപ്പൻ നായർ സ്മാരക മന്ദിര ഉദ്ഘാടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം നിർവഹിച്ചു. മന്ത്രി GR അനിൽ, അരുവിക്കര MLA G സ്റ്റീഫൻ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ അന്തിക്കാട് അങ്കണവാടി കുരുന്നുകൾക്കായി കലോത്സവം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം PN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു.